ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനാണ് സാധ്യത. വയനാട്ടിൽ ആനി രാജ മത്സരിച്ചേക്കും. തൃശൂരിൽ VS സുനിൽകുമാറിനാണ് സാധ്യത. അന്തിമ തീരുമാനം ഈ മാസം 10, 11 തീയതികളിലെ നേതൃയോഗത്തിൽ ഉണ്ടാകും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. ആതിര, ഈ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി CPI പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സാധ്യതാ പട്ടിക സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് CPIക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ ലഭ്യമായ വിവരങ്ങൾ പോലെ തന്നെ അതിന് സമാനമായ സ്ഥാനാർത്ഥികളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയാണ് ഈ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രനാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത്. നേരത്തെ ബിനോയ് വിശ്വത്തിന്റെ പേര് ചർച്ചയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ബിനോയ് വിശ്വം കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് CPI സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തിയപ്പോൾ ഈ മത്സര രംഗത്ത് നിന്ന് മാറിയതാകാനാണ് നിലവിലെ പട്ടിക അനുസരിച്ചാണെങ്കിൽ അങ്ങനെ വരാനാണ് സാധ്യത. എന്തായാലും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രന്റെ പേര് പരിഗണനയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെ വയനാട്ടിൽ ദേശീയ നേതാവ് CPIയുടെ ദേശീയ നേതാവുള്ള ആനി രാജ മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ തൃശൂരിൽ VS സുനിൽകുമാറിന്റെ പേരും ഈ സാധ്യതാ പട്ടികയിലുണ്ട്. മാവേലിക്കരയിൽ CA അരുൺകുമാറാണ്. AOEFന്റെ നേതാവ് CA അരുൺകുമാറിനെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഏകദേശം ഈ സ്ഥാനാർത്ഥികളാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതനുസരിച്ചുള്ള ഒരു പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ചർച്ചകളിലൂടെ നേരത്തെ തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 10, 11 തീയതികളിൽ CPIയുടെ നിർവാഹക സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ആ നിർവാഹക സമിതിയിൽ ഈ സാധ്യതാ പട്ടിക സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിൽ പാർട്ടി എത്തിച്ചേരും. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അന്തിമ തീരുമാനം ഈ മാസം 10, 11 തീയതികളിലെ നേതൃയോഗത്തിലാകും ഉണ്ടാകുക. ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.